അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടിയരി എടുത്തിരിക്കുന്നത്. കഞ്ഞി വെക്കുന്ന അരി ഉണ്ടല്ലോ, പൊടിയരി, അതാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിൽ എടുക്കാം, ചോറ് വെക്കുന്ന അരി എടുക്കാം, റേഷൻ അരി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പൊടിയരി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആശാളി, ഉലുവ, പിന്നെ ചുക്ക്. ഈ ചുക്കൊന്ന് ചതച്ചിടണം. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സവാളയുടെ പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഈ ആശാളി, ഉലുവ, ചുക്ക്, സവാള, പൊടിയരി. അപ്പം ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അല്ലാതെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ 2 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായി വെന്ത് നല്ല. ഈ പൊടിയരി കഴുകി കുക്കറിലേക്ക് ഇടണം. സവാളയും ആശാളിയും ഉലുവായും ചുക്കൊന്ന് ചതച്ചതും കൂടെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. പിന്നെ അടുത്തതായിട്ട് അരച്ചെടുക്കാനുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. തേങ്ങ അരച്ച് ചേർക്കണമല്ലോ അതിനായിട്ട് കുരുമുളക്, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, മല്ലിപ്പൊടിക്ക് പകരം എൻ്റെ ഈ പച്ചമല്ലി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മല്ലി ഉണ്ടെങ്കിൽ മല്ലി ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഈ കറിവേപ്പിലയും 2 ഉള്ളിയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് അടുപ്പ് ഓഫാക്കി കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കും, കറിവേപ്പിലയും ഉള്ളിയും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിന് എന്തൊക്കെ ഐറ്റംസ് ചേർക്കണമെന്നറിയാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് തേങ്ങ. ഇതിൻ്റെ ഒരു 3/4 ഭാഗം തേങ്ങ ഞാൻ എടുക്കും. ഇത് ഫുള്ള് ആവശ്യമില്ല, ഇത് വലിയ തേങ്ങ. അപ്പം ഇതിൻ്റെ ഒരു 3/4 ഭാഗം തേങ്ങ ഞാൻ എടുക്കും അരയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അരി കഴുകി ഈ ആശാളി ഒക്കെ ആയിട്ട് ഇതെല്ലാമായിട്ട് അരി കഴുകി ഉലുവ, ആശാളി, ചുക്ക്, ഈ സവാള എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെക്കാം വേവിക്കാനായിട്ട്. പൊടിയരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് സവാള, ഉലുവായും ആശാളിയും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയുണ്ടല്ലോ, അതിലോട്ടിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ പാത്രത്തിലിട്ട് കഴുകുമ്പോഴത്തേക്ക് നന്നായി കഴുകാൻ പറ്റത്തില്ല നമുക്ക്. അരിപ്പയിലാകുമ്പോഴത്തേക്ക് കഴുകിയെടുക്കാം. അരിപ്പയിലിട്ട് കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ ചുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത്രയും, ഞാനിപ്പോൾ ഈ 1 കപ്പ് പൊടിയരി എടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്, ഉള്ളി ഒക്കെ. അപ്പോൾ അരി എടുക്കുന്നതനുസരിച്ച് സാധനങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ച് ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി. തേങ്ങ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. കുറച്ച് ഞാൻ മാറ്റിയാൻ പറഞ്ഞില്ലേ, അത്രയും വേണ്ട, വലിയ തേങ്ങയാണെന്ന് പറഞ്ഞില്ലേ, ഇത്രയും മാറ്റിയിട്ടുണ്ട്. ഇത്രയും തേങ്ങ കിട്ടി. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഫൈനായിട്ട് തന്നെ അരയ്ക്കണം. ഇവിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ടേ. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, അരയ്ക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നത് തിളപ്പിച്ച് തണുത്ത വെള്ളം ഒഴിക്കണം. വെറും പച്ചവെള്ളം ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അരപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കത്തില്ല കേട്ടോ. കഞ്ഞി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത്. ചിലർക്ക് കഞ്ഞി കുറുകിയിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിന് അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് വെള്ളം വേണം, ഒരുപാട് കുറുകിയിരിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ. ഈ പരുവത്തിലാണ് എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെന്ത് കഴിഞ്ഞിട്ടാണെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് തിളയ്ക്കരുത്. ഒന്ന് പത വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയിട്ടുണ്ട്. പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ചട്ടി വെച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം.
മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് മൂടി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് ഇളക്കി എടുക്കും. പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിച്ചൊഴിച്ചതിന് ശേഷം ഇത് തുറന്നിടരുത്, പെട്ടെന്ന് തന്നെ അടച്ച് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ഒരടപ്പെടുത്ത് പെട്ടെന്ന് തന്നെ അടച്ചിരിക്കണം, എന്നാലേ ആ മണമൊക്കെ ഇതിലോട്ട് കിട്ടത്തുള്ളൂ, ഉള്ളി മൂത്ത മണമൊക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, ഞാൻ ഈ അരി വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി ഇട്ടാണ് വേവിച്ചത് കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.